നമ്മളൊരു ക്ലാസ് കേട്ട് പ്രസംഗം കേട്ടിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് മാറാത്തത്, നന്നാവാത്തത്? അതിനൊരു കാരണമുണ്ട്, പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ക്ലാസ് കേൾക്കുന്ന സമയത്ത്, ഒരു പ്രസംഗം വാഴ് കേൾക്കുന്ന സമയത്ത്, ഞാൻ ഉദാഹരണം പറയാം, ഒരു ദുനിയാവിൻ്റെ കാര്യം ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു ആശിഖ്. അപ്പോൾ ആശിഖ് എന്നോട് പറയാണ്, പെട്ടെന്ന് അവിടെ ഒരു തേളുണ്ട്, എടാ തേളുണ്ടെടാ മോശിനെ മാറി നിൽക്കണം പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പഠിച്ചോനെ, തേള് കുത്തിയാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കും, ആ തേളിൽ നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തി തന്നില്ലേ, ഒരു ദുനിയാവിൻ്റെ ഒരു അപകടമാണ് തേള്, ആ തേളിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നില്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ സുഹൃത്തായ ആശിഖിനോട് വലിയ സ്നേഹം ഉണ്ടാവും, വലിയ ബഹുമാനമുണ്ട്. ഞാൻ കൈയൊക്കെ പിടിച്ചിട്ട് മാഷാ അല്ലാഹ് താങ്ക് യു സോ മച്ച്, താങ്ക് യു ഇടാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നല്ല സന്തോഷം പ്രകടിപ്പിക്കും. അതേസമയം ഈ ആശിഖ് നാളെ വന്നിട്ട് പറയാം, മുസ്ലിനെ നിന്റെ സ്വഭാവത്തിൽ കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ആശിഖിനോട് പറയാം? ഞാൻ മാത്രമല്ല, ഞാൻ നിങ്ങളും കൂടെയാണ്. പറ, എന്താ നമ്മൾ പറയാ? ആശിഖിനോട് എന്താ പറയാ? താങ്ക് യു ഇടാന്ന് പറയാ? സുഹൃത്തുക്കളെ ഉത്തരം പറ, എന്താ പറയാ? ചൂടാവൂലേ? തൻ്റെ കാര്യം നോക്കിയാൽ മതി, പറയൂല്ലേ? ഇന്നലെ ആശിഖ് എന്നെ രക്ഷപ്പെടുത്തിയ ദുനിയാവിന്റെ അപകടത്തിൽ നിന്നാണ്. ഇന്ന് ആശിഖ് എന്നെ രക്ഷപ്പെടുത്താൻ നോക്കുന്നത് ആഖിറത്തിന്റെ അപകടത്തിൽ നിന്നാണ്. ആഖിറത്തിന്റെ അപകടമാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. ആർക്കെങ്കിലും അണുമണിത്തൂക്കം അഹങ്കാരം ഉണ്ടെങ്കിൽ വലം യജിദിന റീഹഹ, അയാൾ സ്വർഗത്തിന്റെ സുഗന്ധം അടിച്ചു വീശും. വർഷക്കണക്കിന് വഴിദൂരത്തേക്ക് അടിച്ചു വീശുന്നതാണ്. ആ സ്വർഗത്തിന്റെ 4 അയലത്ത് അയാൾ ഉണ്ടാവില്ല. സ്വർഗവും നരകവും ഒരു തവണ ഇതിങ്ങനെ വർത്താനം പറഞ്ഞു. അപ്പൊ നരകം പറഞ്ഞു, നരകം പറയാണ് സ്വർഗത്തോട്, എൻ്റെ അടുത്ത് കാര്യം വരാന്നറിയോ, ദുനിയാവിലിങ്ങനെ ധിക്കാരികളായി പ്രമാണിമാരായി വലിയ ആളുകളായി നടന്ന ആൾക്കാരില്ലേ, അവരൊക്കെ എൻ്റെ അടുത്താണ്. അപ്പൊ സ്വർഗം പറയുന്നത്, ദുനിയാവിലെ പാവപ്പെട്ട ആൾക്കാരില്ലേ അവരൊക്കെ എൻ്റെ അടുത്തേക്കാ വരികയാണ്. ആ മുത്തറസൂൽ പറഞ്ഞു, യബൂനിഫി വായ്ഫായിക്കൊന്ന് വെറുതെ പറഞ്ഞതല്ല. മുത്തറസൂൽ പറഞ്ഞു, നിങ്ങൾ സാബത്തെ എന്നെ നോക്കിയിട്ട് കാണുന്നില്ലെങ്കിൽ ആ പാവപ്പെട്ട ആൾക്കാരില്ലേ അവിടെ ഉണ്ടാവും ഞാനെന്ന്. എങ്ങനെ കുട്ടികളൊക്കെ പറയും, ഞാനില്ലെങ്കിൽ പന്തൽ ഗ്രൗണ്ടിൽ ഉണ്ടാവും എന്ന് പറയില്ലേ എന്നൊക്കെ പറയുമ്പോൾ മുത്തറസൂൽ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ തെരഞ്ഞിട്ട് കാണുന്നില്ലെങ്കിൽ ആ പാവപ്പെട്ട ആൾക്കാർ ഇരിക്കുന്ന ആ ഹൈമ അല്ലെങ്കിൽ ആ കൂട്ടിൽ അവിടെ ഞാൻ ഉണ്ടാകും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ സാമൂഹിക ക്രമമൊക്കെ എത്ര സുന്ദരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും നല്ല സദ്യ ഏതാണെന്ന് അറിയാം? നിങ്ങളുടെ നാട്ടിൽ പാവപ്പെട്ട ആളുകൾ കൂടുതൽ പങ്കെടുക്കുന്ന സദ്യയില്ലേ, കല്യാണമില്ലേ, അത്രയും ബറക്കത്തുള്ള ഒരു കല്യാണം വേറെ ഇല്ല. ഇസ്ലാമിന്റെ സിസ്റ്റമാണത്. ഇസ്ലാമിന്റെ കീഴിൽ യമൻ എന്ന് പറയുന്ന രാജ്യം വന്ന് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഭരണാധികാരിയായിരുന്നവര് മദീനയിൽ അമീറുൽ മുഅ്മിനീൻ ബഹുമാനപ്പെട്ടവരോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യമനിൽ കുറച്ച് പൈസ ഉണ്ട്, ഖജനാവിൽ കുറച്ച് പണമുണ്ട്, ഈ പണം എന്താണ് ചെയ്യേണ്ടത്, മദീനത്തേക്ക് കൊടുത്തയക്കട്ടെ എന്ന് ചോദിച്ചു. ട്രഷറിയിൽ പൈസ ബാക്കിയുണ്ട്, അങ്ങോട്ട് കൊടുത്തയക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, വേണ്ട, അവിടെയുള്ള പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്താൽ മതി. അപ്പൊ യമനിൽ നിന്ന് ഗവർണർ ഇങ്ങോട്ട് വിളിച്ചു പറയാണ്, എന്ത് കത്ത് കൊടുത്തേക്കാണ്. എന്താ പറയുന്നതെന്നറിയോ? ഇവിടെ പാവപ്പെട്ടവരില്ല. അതായത് ഒരു 2 വർഷക്കാലം യമൻ എന്ന് പറഞ്ഞ രാജ്യം ഇസ്ലാമിന്റെ കീഴിൽ വന്നപ്പോൾ 2 കാര്യങ്ങളെ കൊണ്ട് പാവപ്പെട്ടവരില്ലാതായി. ഒന്ന് സക്കാത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവന്റെ അവകാശമാണ്, മുതലാളിയുടെ ഔദാര്യമല്ല. മുതലാളി പറഞ്ഞാൽ വലിയ മുതലുള്ള ആക്കാരെന്നല്ല. സക്കാത്തിന്റെ കാര്യത്തിൽ വളരെ ബാക്കിലാണ് നമ്മളെല്ലാവരും. ആര് സക്കാത്ത് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഓരോന്നിനും എങ്ങനെയൊക്കെ നമ്മൾ അറിവന്നില്ല നമുക്ക്. അതൊക്കെ മഹല്ല് കമ്മിറ്റികൾ സക്കാത്തിനെ മാത്രം ഏത് ചോദ്യം ചോദിച്ചാലും പറയാൻ കഴിയുന്ന പണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ട് എൻ്റെ ക്ലാസ് സ്പെഷ്യൽ വെക്കേണ്ടതാണ്. നമ്മളൊക്കെ വിചാരിച്ച് നമുക്ക് സക്കാത്തില്ല, ഉണ്ട്, സ്വർണത്തിനുണ്ട്, നിങ്ങളെ കുറിക്കുണ്ട്, എല്ലാത്തിനും സക്കാത്തുണ്ട്. അത് അറിയാത്തത് കൊണ്ട് കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. അത് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ അവകാശമാണത്. അതൊക്കെ കൊടുത്ത് വീട്ടാതെ പാലം കടക്കാന്ന് വിചാരിക്കണ്ട. അള്ളാഹു തന്ന കണ്ണ്, അള്ളാഹു തന്ന കയ്യും കാലും ശരീരം ആരോഗ്യം വെച്ചിട്ട് അധ്വാനിച്ചിട്ട് അള്ളാഹു പറഞ്ഞ സക്കാത്ത് അത് പാവപ്പെട്ടവരുടെ അവകാശമാണ്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന അമുസ്ലിമീങ്ങളായ ആളുകൾ എത്ര സന്തോഷത്തോടെ പറയുന്നു എന്നറിയോ? ഇസ്ലാമിന്റെ ഈ ഒരു എക്കണോമിക് സിസ്റ്റം ഉണ്ടല്ലോ, മാഷാ അല്ലാഹ്, 2009 ലോകത്ത് മൊത്തം എക്കണോമിക് റിസറക്ഷൻ ഉണ്ടായി, സാമ്പത്തികമായ വലിയ മാന്ദ്യം ഉണ്ടായി. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് പൂർണ്ണ അർത്ഥത്തിൽ ലോകം മോചിതമായിട്ടില്ല. അതിനുശേഷമാണ് കൊറോണ വന്നത്. എന്താണ് 2009 ആ സമയത്തുണ്ടായ സാമ്പത്തികമായ ലോകത്തുണ്ടായ മൊത്തം പ്രശ്നത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞ 2 കാരണങ്ങളാണ്. ഒന്ന് ഇൻട്രസ്റ്റ്, പലിശ, മറ്റൊന്ന് ട്രേഡ് ഓഫ് സ്പെക്കുലേഷൻ, ഊഹക്കച്ചവടം. രണ്ടും ഇസ്ലാം പറ്റില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. എന്നിട്ട് ഇപ്പോ നിലവിൽ 50ഓളം വരുന്ന രാജ്യങ്ങളിൽ ഇസ്ലാമികമായ എക്കണോമിക് സിസ്റ്റം നിലവിലുണ്ട്. അതിൽ 17 രാജ്യങ്ങൾ അമുസ്ലിം രാജ്യങ്ങളാകുന്നു. എന്തേ? അതിൻ്റെ ആ ഒരു സാർവത്രികതയും അതിൻ്റെ ആ ഒരു മാനവികമായ മൂല്യങ്ങളും അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയും മനസ്സിലാക്കിയിട്ട് ജർമ്മനി അടക്കമുള്ള 17ഓളം വരുന്ന രാജ്യങ്ങളിൽ ഇസ്ലാമിക് എക്കണോമിക് സിസ്റ്റം ഉണ്ട്.
ഇസ്ലാം അത്രയും നല്ല മനോഹരമായ രീതിയിലാണ് അതിൻ്റെ സോഷ്യലായിട്ടുള്ള കാര്യങ്ങളാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പാവപ്പെട്ട ഉള്ളവനില്ലാത്തവന് കൊടുക്കുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സക്കാത്ത് കൊണ്ട് യമനിൽ പാവപ്പെട്ടവരില്ലാതായി. മറ്റൊന്ന് സ്വതക്കക്ക് കണക്കൊന്നുമില്ലല്ലോ, എത്രയും കൊടുക്കുക, ആർക്കും കൊടുക്കുക, എങ്ങനെയും കൊടുക്കുക. സ്വതക്ക നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഫലമാണ്, ഇങ്ങനെ ഫലമാണെന്ന് ഇസ്ലാം കുറേ പറഞ്ഞു. അപ്പോൾ പാവപ്പെട്ട ഒരാൾ, അത് ഇസ്ലാമിൻ്റെ പ്രത്യേകതയാണിത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കോടിക്കണക്കിന് രൂപ പരിസര മാലിന്യത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിൽ മുസ്ലിം സമൂഹം ചെലവഴിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ പരിസര മലിനീകരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കേരളത്തിൽ മുസ്ലിം സമൂഹം ചെലവഴിക്കുന്നുണ്ട്. അതെവിടെയാണ്? പള്ളികളും മദ്രസകളും കേന്ദ്രീകരിച്ചിട്ടുള്ള ടോയ്ലറ്റുകളാണ്, യൂറിനൽ സിസ്റ്റമാണ്. മറ്റു പല ആളുകൾ റോഡ് സൈഡിൽ അവിടെ ഇവിടെ ഇരുന്നിട്ടൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് പോകുമ്പോൾ മുസ്ലിമുകൾക്ക് അത് പറ്റൂല, മനോഹരിക്കണം. അത് അതിൻ്റെതായ സെറ്റപ്പ്. നിങ്ങൾ ആലോചിക്കുക, ഒരു ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ ആൾക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, പള്ളിയിൽ കൊടുക്കുന്നുണ്ട്, മദ്രസയിൽ ശമ്പളം കൊടുക്കുന്നുണ്ട്, അപ്പുറത്തെ പള്ളി അവിടെ ശമ്പളം കൊടുക്കുന്നുണ്ട്. കേരളത്തിലുള്ള ആയിരക്കണക്കിന് പള്ളി, മദ്രസ, ഇത് മൊത്തം അതിൻ്റെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആളുകൾക്ക് ശമ്പളം കൂട്ടി വയ്ക്കുക. ഒരു മാസത്തിൽ കോടിക്കണക്കിന് രൂപ പരിസര മലിനീകരണം ഇല്ലാതിരിക്കാൻ വേണ്ടി ശുദ്ധി അത്രമാത്രം പ്രാധാന്യപ്പെട്ടതായതുകൊണ്ട് ഇസ്ലാമിൻ്റെ സാമൂഹ്യ ക്രമത്തിൻ്റെ ഭാഗമായി ഇസ്ലാം അത് നിർവഹിക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു സാമൂഹ്യമായൊരു ക്രമത്തിൽ ജീവിക്കുകയാണ്.